പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഒരുപാട് കാലമായി നിങ്ങളടുത്ത് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ സമയത്ത് ഒരുമിച്ചായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നാണ് സാഹചര്യം ഒരുങ്ങിയത്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം പ്രാർത്ഥനയിൽ നമ്മൾ ഐക്യത്തിലായിരിക്കാം. ഇന്ന് കുട്ടികളെ അച്ഛൻ പ്രത്യേക അഭിവാദനം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചിൽഡ്രൻ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ യുവതീവാക്കന്മാരെ, കുടുംബങ്ങളെ, രോഗികളായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുപോലെ ഓരോ ഞെരുക്കത്തിലും പൈശാചിക പീഡകളിലിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരെയും ഇന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രത്യേകം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പ്രത്യേകമായി ദൈവത്തിൻ്റെ കരുണയാൽ നടക്കുന്ന ഒരു സംഭവം, ഒരു കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട സാംസണച്ചൻ, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ബെനീറ്റ, അതുപോലെ ഈ അട്ടപ്പാടി അഭിഷേകാഗ്നി ടീമിലെ സഹശുശ്രൂഷകർ, ഇവരെല്ലാം നിരന്തര പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുണ്ട്. അങ്ങനെ കർത്താവ് ഒരുക്കിയ വലിയൊരു ടീമിൻ്റെ ശുശ്രൂഷയുടെ ഫലമായിട്ടാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ ഈ അഭിഷേകാഗ്നി മുടങ്ങാതെ കൊണ്ടുപോകാൻ അച്ഛൻ്റെ നിസ്തുലമായ സഹകരണം ഒരുപാട് അനുഗ്രഹമാണ്. അച്ഛനെ നമുക്ക് സ്നേഹപൂർവ്വം ഓർമ്മിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം കൃപ വർഷിക്കട്ടെ. നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം ഇതാണ്: കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മളെ തന്നെ ചെറുതാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുലിഖിതം, ഈ ശിശുവിനെ പോലെ തന്നെ ചെറുതാക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ മനസ്സിൽ തരുന്ന ഭയങ്കരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് അതായത് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ചെറുതാക്കുക, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. ഞാനൊരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. എടൂരിന്ന് ഒരു ദൈവ പൈതൽ ആ ദൈവത്തിൻ്റെ അനുഭവം പറയുകയാണ്. ആ ദൈവത്തിൽ പറയുകയാണ്, ഒരുപാട് കാലം മദ്യപിക്കുകയായിരുന്നു, ഒരുപാട് കാലം അദ്ദേഹം ചികിത്സകൾക്ക് പോയി, 40-45 വർഷം. എന്നാൽ അദ്ദേഹം പറയുകയാണ്, അട്ടപ്പാടിയിൽ പലതവണ ഈ മല കയറി കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി, തന്നെ എളിമപ്പെടുത്തി അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറിയില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും തന്നെ താഴ്ത്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവ് ഇടപെടുന്നത് വരെ ഞാൻ വരും. പല തവണ അദ്ദേഹം ബഹുദൂരം 5, 6, 7, 8 മണിക്കൂർ യാത്ര ചെയ്ത് അദ്ദേഹം അട്ടപ്പാടി വന്നു. എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം എളിമപ്പെട്ട് പറഞ്ഞു, എൻ്റെ മദ്യപാനം മാറണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. കുറേ സമയം വന്നിട്ട് മാറിയില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലല്ലോ, ദൈവത്തോട് മുഷ്കടിക്കാൻ തോന്നും, നെഗറ്റീവ് ചിന്തകൾ തോന്നും, അഹങ്കാരം തോന്നും. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെ എനിക്ക് വേണ്ടി എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. ഒരാശീർവാദം കൊടുത്തു. കർത്താവ് അത്ഭുതകരമായ ആ മകൻ്റെ ജീവിതം ഇടപെട്ടത് അദ്ദേഹത്തിനെ സാക്ഷ്യപ്പെടുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറച്ചൊക്കെ ഞെരുക്കം ഉണ്ടെങ്കിലും അദ്ദേഹം ഇത് കർത്താവിനെ മഹത്വപ്പെടുന്ന വീണ്ടും തന്നെ താഴ്ത്തി, തന്നെ എളിമപ്പെടുത്തി അദ്ദേഹം ബഹുദൂരം യാത്ര ചെയ്ത് വന്ന് അട്ടപ്പാടി വന്ന് ഈ സാക്ഷ്യം പറയുകയാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസനാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇട്ടിയിൽ എടൂർ എന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിൽ എടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരണത്. ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഒരു 45 വർഷത്തോളം മദ്യപിച്ചിട്ടുണ്ട്. എത്രയാ? 45 വർഷം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത്രയും പ്രായമില്ല. 45 വർഷം. അപ്പോൾ എന്നെ ചികിത്സിക്കാൻ വേണ്ടി പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഡീഅഡിക്ഷൻ സെൻ്റർ ചികിത്സിക്കാൻ കഴിഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്. ചികിത്സിക്കുന്നവർ പറഞ്ഞു, ഈ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു.
പിന്നെ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് മദ്യപിക്കും. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ മൂക്കറ്റം കുടിയാണ്. അത് കണ്ടമാനം കുടിക്കും. കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നന്നായിട്ട് കുടിക്കും ശരിക്കും. അങ്ങനെ ഞാനിവിടെ അട്ടപ്പാടി വന്നു. അട്ടപ്പാടി വരുമ്പോഴും ഒരു 500 ആയിട്ടാണ് വരിക. അവിടെ ഇരട്ടിന്ന് ഒരു 500 മേടിച്ച് കുറച്ച് അവിടെ നിന്ന് കുടിച്ച് ബാക്കി ബാഗിൽ വെച്ച് ആരും കാണാതെ ബസ്സിൻ്റെ പുറകിലിരിക്കും. വണ്ടേക്ക് വരുന്ന പലരുടെ സ്ഥിതിയായി പറയണത്. കുപ്പിയിൽ കുറേ കുടിക്കും, ബാക്കിയുള്ളത് ബാഗിൽ വെച്ചിട്ട് ബസ്സിൽ ആരും കാണാതെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. ആ ബസ് മൊത്തം തപ്പിയഞ്ഞ് കുറേ ഓക്കെ. അങ്ങനെയായി 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞു. പിന്നത്തെ വരവിനാണ് ഇവിടുന്ന് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ഛനെ കാണുന്നത് ഒരു അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അത് അങ്ങ് അവിടെ വെച്ചാൽ ഞാൻ പുറത്താണ്. അന്നേരം ഭയങ്കര എപ്പോഴും ഇച്ചിരി കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി എപ്പോഴും പുറത്തായിരിക്കുള്ളൂ. അപ്പം ബൈ ചാൻസിൽ വഴി വെച്ച് കണ്ടുമുട്ടി. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞാൽ ഭയങ്കര മദ്യപനാണ്. അച്ഛൻ ഇങ്ങനെ തല കൈവച്ച് പ്രാർത്ഥിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 മാസത്തിന് ശേഷം തനിയെ ഈ മദ്യപാനം നിന്ന് പോയി. മദ്യഷാപ്പിൽ നിന്ന് ഞാനിങ്ങനെ മദ്യപിച്ചുകൊണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി നാളെ മുതൽ ഇത് സാധനം വേണ്ട, ഇത് കഴിക്കാൻ കഴിയില്ല എന്ന്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇന്ന് വരെ 4 വർഷമായി. എത്രയായി? 4 വർഷമാകാൻ പോവാ. 4 വർഷമാകാൻ പോവാണ്. 2018 മെയ്യിലാണ് ഇവിടെ വന്നത്. 2018 മെയ്യിൽ ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്നു. അന്നും കുടിച്ച് പിന്നെ കുടിച്ചതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടി കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബൈ ചാൻസിൽ ആ വഴിക്ക് അങ്ങനെ വന്നപ്പോൾ അച്ഛനുമായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ ഉടനെ കൃപയുടെ സമയം അദ്ദേഹം പെട്ടെന്ന് ഉപയോഗപ്പെടുത്തി. അദ്ദേഹം ചാടി വീണു. അച്ഛൻ പ്രാർത്ഥിക്കണം, ഞാൻ മദ്യപാനി കേട്ടോ, ചെറിയ മദ്യപാനിയൊന്നുമല്ല, ഞാൻ നല്ല മദ്യപാനിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇത്ര കണക്കാണ് മദ്യം കഴിക്കുമായിരുന്നു. അതായത് രാത്രി കടന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേൽക്കും, വീണ്ടും കുടിക്കും. രാത്രി ഉറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക. എല്ലാവരും മൂത്രം ഒഴിക്കാനല്ലേ പോണത്, ഇത് മൂപ്പര് ഉള്ളിലേക്ക് മദ്യം ഒഴിക്കാൻ വേണ്ടി എഴുന്നേക്കും, കുടിക്കും, വീണ്ടും കിടക്കും. കുറേ കഴിഞ്ഞ് വീണ്ടും എഴുന്നേക്കും, കുടിക്കും, വീണ്ടും കിടക്കും. ഇതന്നെയായിരുന്നു പരിപാടി. അപ്പം അങ്ങനെ ദൈവത്തിന് അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ യേശുവേ ഇത്രയൊക്കെ ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ കുറേ സമയം വേണമെന്നല്ല. അപ്പോൾ ഒരു കുരിശ് വരെ വരച്ചില്ല. ഭയങ്കര ഒരു ഇടപെടൽ ദൈവം കൊടുത്തു. അപ്പോൾ അതിനുശേഷം പോയിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തോന്നുക എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല, അത് വേണ്ട, മതി. ഉള്ളിന്ന് ദൈവം പറഞ്ഞു മതി, സമയമായി, നിർത്ത്. അപ്പോൾ ആ തിരിച്ചറിവ് കിട്ടി. അവിടെ നിന്നു പിന്നെ ഇന്ന് വരെ 4 വർഷമായി. 4 വർഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണോ തന്നെ എളുപ്പപ്പെടുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാവോ? എവരിബഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ചിൽഡ്രൻ, യൂത്ത്, എവരിബഡി. യെസ്, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കുറച്ച് നേരം സ്തുതിക്കാം. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടാണത്. അത് നമുക്ക് സന്തോഷത്തിനായിട്ട് കുറച്ച് ഒരു സ്റ്റാൻസൊക്കെ പാടി സ്തുതിച്ച് വചന ശുശ്രൂഷ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഈ സമയത്ത് സ്തുതിക്കണം. നല്ലൊരു താമസത്തിലുള്ള ധ്യാനത്തിൽ എങ്ങനെ ആത്മാർത്ഥതയോട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നുവോ അതുപോലെ സ്തുതിക്കണം. അമ്മച്ചിമാർ ശരിക്കും നന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടുക. ഒരുമിച്ച് ഒരൊറ്റ കൂട്ടായ്മയുടെ നിൽക്കാം. മക്കളെ പല സ്ഥലത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് കൂടിക്കേ. ഇപ്പം നമുക്ക് 2 കരങ്ങൾ ഉയർത്താം വിശ്വാസത്തോടെ. ദൈവമേ, ഈ സമയം അനുഗ്രഹിക്കാതെ പോകരുത്. ഈ സമയം അത്ഭുതങ്ങൾ അങ്ങയുടെ നാമത്തിൽ സംഭവിക്കേണ്ട കർത്താവേ. ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, ദ പവർ ഓഫ് ദി ലോർഡ്, ദ പവർ ഓഫ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഓരോ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഓരോ ആത്മാവിലേക്ക് ദൈവശക്തി നിറയട്ടെ. കരങ്ങൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വേഗത്തിൽ വേഗത്തിൽ കൈയടിച്ച്
പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരുണാർദ്രമായ കരങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ അവിടുന്ന് വെക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കാനും വലിയ വ്യഥകളിലും വേദനകളിലും ആത്മാക്കൾ സൗഖ്യം പ്രാപിക്കാനും ഇടവരുത്തണമേ. അന്ധകാരങ്ങളും പൈശാചികങ്ങളും കൂട്ടത്തോടെ അലറിക്കൊണ്ട് ഓടിമറിയാൻ ഇപ്പോൾ ഇടവരട്ടെ. ജീവിപ്പിക്കുന്ന ആടെ കരസ്പർശനം ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. എവരിബഡി പ്ലീസ് ബി സീറ്റഡ്. നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. ഈ അഭിഷേകാഗ്നിയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. ഒരു പതിറ്റാണ്ടിലധികം താമസം 2 പതിറ്റാണ്ടാവും ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ലക്ഷോപലക്ഷം കുടുംബങ്ങളെ സ്പർശിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് വർഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, സാംസൺ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്, അച്ഛൻ തുടക്കം തൊട്ട് ഇവിടെയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എളിമയുടെ കൃപ ആത്മാക്കളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അഹങ്കാരം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് വിധേയത്വമില്ലായ്മ, മാത്സര്യം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എവിടെ നോക്കിയാലും എവിടെ കണ്ടാലും എവിടെ കാണാൻ ധാർഷ്ട്യം, കടുംപിടുത്തം, ദുർവാശി, മൂർഖ സ്വഭാവം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപാവലയത്തിൽ നിന്ന് നാം പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലൂസിഫർ വലിച്ചെറിയപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം മാത്സര്യം, എളിമക്കുറവ്, തന്നെ താഴ്ത്താൻ പറ്റുന്നില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ആത്മാവിലേക്കും അനന്തമായ എളിമയുടെ കൃപ നിറയട്ടെ. ഞാൻ അട്ടപ്പാടി ശുശ്രൂഷ ചെയ്ത കാലത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ കർത്താവ് തന്ന വചനങ്ങളിൽ ഒരു വചനമാണ് യെശയ്യാ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്കൊന്നും അറിയില്ല, ഒരു ശുശ്രൂഷ അറിയില്ല, ഒരു രീതികളും അറിയില്ല, ഒരു ആരാധന നടത്താൻ പോലും കാര്യമായിട്ട് അറിയാത്തൊരു കാലം. ഞാൻ ആ സമയത്ത് തന്നെ എളിമപ്പെടുത്തി, ഒരുപാട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ച്. ഈ അട്ടപ്പാടിയിലും ഈ താവളത്തും ഇവിടെയുള്ള പരിസരം ഓരോ പള്ളികളിലും, അട്ടപ്പാടിയിൽ ഓരോ പള്ളികളിലും പോയി നമുക്കറിയാം, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപ ലഭിക്കാൻ വേണ്ടി എളിമപ്പെട്ട് താഴ്ന്ന് തന്നെ താഴ്ത്തി അന്ന് ശുശ്രൂഷകൾ ചെയ്തു. പ്രാർത്ഥനകളിൽ കൂടി ദൈവജനത്തോടൊപ്പം നടന്നു, ദൈവജനത്തിന് കൂടെ വ്യാപരിച്ചു. ദൈവം കൃപ തോന്നി ഉയർത്തി. അട്ടപ്പാടിയുടെ ഈ സഖിയോൻ മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകളിൽ ദൈവം എന്തെങ്കിലും കരുണ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വ്യക്തിപരമായ യോഗ്യതയോ എന്തെങ്കിലും പഠിപ്പിൻ്റെ മേന്മയോ കഴിവിൻ്റെ മികവോ ഒന്നുമല്ല മക്കളെ, തന്നെ താഴ്ത്താൻ ദൈവം കൃപ തന്നു. പിന്നീട്ടമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, അവിടെയുള്ള വൈദികർക്കത് അറിയാം, ഇവിടെയുള്ള ശുശ്രൂഷകർക്കത് അറിയാം. ഇന്നും ഞാനത് ഏറ്റുപറയാൻ എനിക്ക് മടിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട സാംസണത്തിൽ നിന്ന് നമ്മളൊരു പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവ് കൃപയോടെ അഭിഷേകം ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സാംസണച്ചൻ ഏതാനും കുറച്ച് നേരം നമ്മളോട് ഈ വചനവുമായിട്ട് നമ്മളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ തന്നെ താഴ്ത്തി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അത്രയധികം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ അതിൽ 11-ാമത്തെ തിരുലിഖിതമാണത്. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം നമുക്ക് ശക്തി നൽകണം.
എപ്പോഴും എവിടെയും വിധേയപ്പെട്ടും എളിമപ്പെട്ട് നിൽക്കണം. പഴയ നിയമത്തിൽ അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അബ്രാഹം തന്നെ എപ്പോഴും താഴ്ത്തി ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നത് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ അത് ചെയ്യാൻ റെഡി എന്ന് പറയാൻ തക്ക വിധത്തിൽ അബ്രാഹം എളിമപ്പെടുത്തി. ഇത് വലിയ കൃപയുടെ ഒരു ശുശ്രൂഷയാണ്. നമുക്കത് കിട്ടിയാൽ വലിയ കൃപയുടെ ഒരു അഭിഷേകമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു തന്നെ തൻ്റെ ജീവിതത്തിൽ പിതാവ് പറഞ്ഞ കാര്യം അതേപടി എളിമപ്പെട്ട് അത് ചെയ്യാൻ തയ്യാറായി, അല്ലേ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, ദൈവം അത്രയധികം കർത്താവിനെ ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി എന്നെല്ലാം ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കാണും. എല്ലാവരും മുട്ടുമടക്കാൻ, കർത്താവിന് തമ്മിൽ മുട്ടുകടക്കാൻ കാരണം പിതാവായ ദൈവത്തിന് മുമ്പിൽ തന്നെ എളിമപ്പെടുത്തി പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അത്ര അധികം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം പറയുമ്പോൾ ഞാനൊരു വിശുദ്ധൻ്റെ കാര്യം ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ വിശുദ്ധനെ കുറിച്ച് ശരിക്കും അറിയാം. ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണാനും ഒരു ഭംഗിയില്ല, വളരെ കറുത്ത്, ഒരു സൗന്ദര്യം അങ്ങനെയൊന്നും എല്ലാവർക്കും അട്രാക്ഷനോ ആകർഷണമോ തോന്നാത്തൊരു വ്യക്തിത്വം. എന്നാൽ തൻ്റെ ആശ്രമത്തിൽ, താനൊരു ആശ്രമത്തിൽ ചെന്ന് അവിടെ ചെറിയ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇപ്പോൾ ആശ്രമത്തിലെ സുപ്പീരിയർ പറയാണ്, നീ ഇന്ന് തൊഴുത്തിൽ പോയി ചാണാന്മാർ അല്ലെങ്കിൽ തൊഴുത്തടിച്ച് വൃത്തിയാക്ക്. അപ്പോൾ റെഡി പിതാവേ എന്ന് പറഞ്ഞ് നേരെ കന്നാലി തൊഴുത്തിലേക്ക് പോകും. അപ്പോഴാണ് ചിലർ പറയും, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയും, ഇന്ന് കിച്ചണിൽ ആളില്ല, പോയി ഭക്ഷണം പാകം ചെയ്യും, ആ പാത്രം കഴുകുക. അപ്പോൾ തന്നെ റെഡി, അവിടെ പോയി പാത്രം കഴുകും. അടുത്ത സമയം പറയും, നീ ആ ബാത്റൂമും അതുപോലെ മറ്റ് സ്ഥലങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യും. ഒരു മെയിൻ അല്ലെങ്കിൽ നല്ലൊരു ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന നല്ലൊരു ആഠ്യത്വമുള്ള ശുശ്രൂഷ ഒരിക്കലും മാർട്ടിൻ ഡി പോറസിന് കിട്ടിയിട്ടില്ല. ഇതിന് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. പക്ഷെ കിട്ടുന്ന സമയം എല്ലാം ഈ ശുശ്രൂഷ ചെയ്യും, എളിമപ്പെട്ട് നിൽക്കും. പിന്നെ തൻ്റെ കർത്താവിൻ്റെ സന്നിധി പോയി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധനിലേക്ക് അത്ഭുതകരമായി ദൈവത്തിന് ശക്തി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാത്രി നോക്കുമ്പോൾ മാർട്ടിൻ ഡി പോറസിൻ്റെ മുറിയിൽ വലിയൊരു പ്രകാശം. എന്താ പ്രകാശം എന്ന് നോക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ചെന്ന് ഈ എല്ലാത്തോടെ ഒളിഞ്ഞു നോക്കുമ്പോൾ അകത്ത് നമ്മൾ അടുപ്പിനകത്ത് തീ കത്തി കിടക്കുന്ന കനൽ, ചുമന്ന് കത്തി കിടക്കുന്ന ഒരു കനലിനെ കാണുകയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് മാർട്ടിൻ ഡി പോറസ് ആണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് തുള്ളിന്ന് നിൽക്കുന്ന മാർട്ടിൻ ഡി പോറസ്. നമുക്ക് തനിക്ക് ഒരു പേരും പ്രസക്തിയും വേണ്ട എളിമയുടെ ശുശ്രൂഷ ചെയ്ത ഒരു വിശുദ്ധനെയാണ് അവിടെ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അത്ഭുതം ഈ വിശുദ്ധനിലൂടെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വിശുദ്ധൻ വസിച്ചിരുന്ന സ്ഥലത്ത് ഒരു രൂപതയുണ്ടായിരുന്നു. ആ രൂപതയിലെ പിതാവിന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ രോഗം വന്ന് പിടിപെട്ടു. ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിക്കാരെല്ലാം ഉപേക്ഷിച്ചു. ഭയങ്കരമായ ശരീരത്തിന് വേദന, കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ വാവിട്ട് നിലവിളിക്കുന്ന പിതാവ്. ഈ പിതാവിൻ്റെ വേദന കണ്ട് ആ പിതാവിനെ ആശ്വസിപ്പിക്കാനായിട്ട് സുപ്പീർ അച്ഛൻ ഈ ബിഷപ്പ് ഓഫീസിലേക്ക് ചെന്നു. ബിഷപ്പ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ആ രൂപതയിലെ പിതാവ്, അഭിമന്യ പിതാവ് വേദന കൊണ്ട് പൊളയുകയാണ്. പൊളഞ്ഞ് കുരഞ്ഞ് വാവിട്ട് നിലവിളിക്കുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഓർക്കുകയാണ്, എൻ്റെ ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ നല്ല തീക്ഷ്ണതയിൽ പ്രാർത്ഥിക്കുന്നതാണ്, അവനെ കൊണ്ട് വന്ന് പ്രാർത്ഥിച്ചാലോ? അവൻ അവിടുത്തെ ഒരു ചെറിയൊരു ശുശ്രൂഷകനായതുകൊണ്ട് പിതാവിനത് സ്വീകരിക്കാൻ പറ്റുമോ എന്നറിയില്ല. ആ സുപ്പീർ അച്ഛൻ പിതാവിനോട് ഈ വേദനിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാണ്, എൻ്റെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു ബ്രദറുണ്ട്, ആ ബ്രദറിനെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. പിതാവ് പറഞ്ഞു കൊണ്ടുപോവുക. അപ്പോൾ ആ സുപ്പീർ അച്ഛൻ വീണ്ടും പറഞ്ഞു, അവിടുത്തെ അടുക്കളയിലും അതുപോലെ ബാത്റൂം കഴുകുന്നതും തൊഴുത്തിലൊക്കെ പണിയുന്നൊരു ചെറുപ്പക്കാരനാണ്, ആരെങ്കിലും ആയിക്കട്ടെ, എൻ്റെ വേദന മാറ്റാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയാൻ ആ ബ്രദറിനെ കൊണ്ടുപോവാ.
അങ്ങനെ സുബീർ അച്ഛൻ മാർട്ടിനി പോറസിനെ കൊണ്ട് വരികയാണ്. മാർട്ടിനി പോറസ് വരുമ്പോൾ പിതാവ് കരഞ്ഞ് നിലവിളിച്ച് കരയുന്ന കാണുമ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന മാർട്ടിനി പോറസിനോട് പിതാവ് പറയും, നീ എൻ്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്ക്, നീ എൻ്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്ക്. മാർട്ടിനി പോറസ് എളിമപ്പെട്ട് പറഞ്ഞു, അയ്യോ പിതാവേ, അഭിഷേകം സ്വീകരിച്ച് അങ്ങയുടെ ശിരസിൽ ഈ എളിയവൻ്റെ കൈ പതിയുവാൻ തക്കവത് അത്രയേറെ അല്ലെങ്കിൽ ബഹുമാനമോ ഒരു ബഹുമതി എനിക്കില്ല, ഞാനൊരു എളിയവനാണ്. അപ്പം പിതാവ് പറഞ്ഞു, അതൊന്നും തന്നെ കാര്യമാക്കണ്ട, നീ എൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്ക്. മാർട്ടിനി പോറസ് സമ്മതിച്ചില്ല. പിതാവിന് നിർബന്ധമാണെങ്കിൽ ഞാൻ പിതാവിൻ്റെ പാദത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ പാദത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വെച്ച് ഈശോയെ ഈശോയെ എന്ന് 2 പ്രാവശ്യം വിളിക്കുമ്പോൾ കിടക്കയിൽ നിന്നും അഭിമന്യ പിതാവ് ചാടി എഴുന്നേറ്റ് പറയാണ്, ഐ ആം ഹീൽഡ്, ഐ ആം ഹീൽഡ്. അപ്പോൾ തന്നെ വേദന മാറി തുള്ളിച്ചാടി ഈ പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഈ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഈ മാർട്ടിനി പോറസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് ഈ പിതാവ് വന്ന് ഈ പോറസിന് പ്രാർത്ഥനകൾ കൊടുത്ത് ആ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മരണത്തെ സ്വീകരിക്കുന്ന മാർട്ടിനി പോറസിന് ശവമഞ്ചം ചുമക്കുവാൻ ഈ പിതാവാണ് ഒരു സ്ഥലത്ത് പിടിച്ചത്. അവിടുത്തെ ചാൻസലറാണ് മറ്റൊരു സ്ഥലത്ത് പിടിച്ചത്. അപ്പം നമുക്ക് തന്നെ എളിമപ്പെടുത്തി കർത്താവിന് സമർപ്പിച്ചപ്പോൾ ദൈവം എത്രമാത്രം ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞത് ഇതാണ്, നീ അനുഗ്രഹം പ്രാപിക്കണോ, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണോ, നീ തന്നെ താഴ്ത്തണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അതിൽ 3-ാം അധ്യായം 34-ാമത്തെ തിരുലിഖിതം, വിനീതന്റെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. കർത്താവ് വിനീതന്റെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. പിന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതം, പ്രഭാഷകൻ 3:20, കർത്താവിൻ്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് എളിമപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിനയവും എളിമയും സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് അവിടുത്തെ വലിയ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ അത്ഭുതകരമായ കുംഭമാണ് കൃപ എന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എളിമ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അഹങ്കാരം എല്ലാം നശിപ്പിക്കും. ഒരു പ്രാർത്ഥിച്ചതിനെ കുറിച്ച് ഇച്ചിരി അഹങ്കാരം ഇച്ചിരി നെഗളിച്ച് നടന്നു നോക്കിക്കേ, അന്ന് വൈകുന്നേരത്തുള്ള നീ വീണിരിക്കും. ലോറൻസ് സ്കൂപ്പോളി അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ഒരു ഇല വീഴുന്നത്ര വേഗത്തിൽ നീ നിലം പതിക്കും. അഹങ്കാരത്തിൻ്റെ ശിക്ഷയാണ് പതനം. നല്ലൊരു പ്രവൃത്തി ചെയ്തു, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു, നന്നായിട്ടൊന്ന് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു, അല്ലെങ്കിൽ നല്ലൊരു സൽകൃത്യം ചെയ്തു, ഹൃദയത്തെ നെഗളിച്ചാൽ ശിക്ഷ, പതനം ഉറപ്പാണ്. ഒരു ഇല വീഴുന്നത്ര വേഗത്തിൽ നീ നിലം പതിക്കും. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? ജെറമിയയുടെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 32-ാമത്തെ തിരുലിഖിതം, അഹങ്കാരി നീ കാലുതട്ടി വീഴും, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ദൈവവചനം മുന്നറിയിപ്പ് തരികയാണ് സഹോദരങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തിനാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ മുന്നറിയിപ്പ് തരുന്നത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതം യാത്രാമധ്യേ പകുതി വഴി വെച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. തുടക്കത്തിൽ എളിമയാണ്, തുടക്കത്തിൽ താഴ്മയോടെ നിൽക്കും, തുടക്കത്തിൽ ഒരുപാട് നല്ല വിധത്തിലായിരിക്കും. എന്നാൽ വഴിമധ്യേ പാതി വഴിയിൽ വെച്ച് എളിമ നഷ്ടപ്പെടുന്നു, അഹങ്കാരം വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം, അഹങ്കാരി നിലം പതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. അഹങ്കാരി നിലം പതിക്കും,
വിനീത ഹൃദയൻ ബഹുമതി നേടും. വീണ്ടും ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൽ 18-ാമത്തെ തിരുലിഖിതം. അവിടെ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്: അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹന്ത അധപതനത്തിൻ്റെയും നാശത്തിൻ്റെയും തൊട്ട് മുമ്പേ ധാർഷ്ട്യം, അഹങ്കാരം, അഹന്ത ഇത് കട്ട പിടിക്കും. ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എവിടെ ചെന്നാലും, അത് ദേവാലയത്തിൽ പോയാലും, അത് ഏത് തരത്തിലുള്ള ജീവിതാന്തരത്തിലുള്ളവർ ഇടപെട്ടാലും, അഹന്തയും ധാർഷ്ട്യവും മാത്സര്യവും വിമത സ്വഭാവവും എതിർപ്പും മല്ലടിക്കുന്ന പ്രവൃത്തവും കട്ട പിടിക്കുന്ന ശക്തി പ്രാപിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം ഒരു കാര്യം ഉറപ്പാണ്: അഹങ്കാരത്തിൻ്റെ ശിക്ഷയാണ് പതനം. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. അപമാനവും പതനവും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. എപ്പോൾ എളിമയുടെ മാർഗം, എപ്പോൾ താഴ്മയുടെ വഴി ഉപേക്ഷിക്കണമോ ആ സെക്കൻഡ് മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എഴുന്നേൽക്ക് നോക്കുമ്പോൾ ഈ സമയം പ്രാർത്ഥിക്കണം. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുന്ന അഹങ്കാരം എന്നെ പതനത്തിലേക്ക് നയിക്കും. എന്നാൽ എളിമ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എളിമ നമ്മളെ ദൈവത്തോളം ഉയർത്തും. അവിടുന്ന് നമ്മളെ ദൈവത്തെ പോലെയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നമ്മുടെ കർത്താവായ ഈശോ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. എല്ലാ ദൈവമക്കളും ഈ സമയം മുട്ടുമേൽ നിൽക്കുക. എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് പിതാവിനോട് സമനായിരുന്നെങ്കിലും പിതാവിനോടുള്ള സമാനത നിലനിർത്തുന്നത് കാര്യമായി പരിഗണിച്ചില്ല. അവിടുന്ന് തന്നെ താഴ്ത്തി ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശ് മരണം വരെ അവൻ തന്നെ താഴ്ത്തി. യേശു തന്നെ താഴ്ത്തി നമുക്കൊരു മാതൃക നൽകി. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി. ഈ ഈശോയാണ് നമ്മുടെ മാതൃക. ഇന്നാരെങ്കിലും അഹങ്കരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി എല്ലാ ദൈവമക്കളുടെ മേൽ കൃപ നിറയട്ടെ. ഗാഗുൽത്തായിൽ 2 കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയം കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന് ശരീരമാസകലം തകർന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ പടഞ്ഞ യേശുവിനെ ധ്യാനിക്കുക. 2 കരങ്ങൾ ഉയർത്താം. യേശുവേ, ഞാൻ അഹങ്കാരിയായി ചെയ്തു പോയ എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴുകണം കർത്താവേ. ധിക്കാരത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും തകർക്കണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ രക്തം ഒരു തുള്ളി എൻ്റെ ആത്മാവിലേക്ക് നിവേശിപ്പിക്കണമേ. എൻ്റെ എല്ലാ അഹന്തയും കഴുകണമേ കർത്താവേ. എളിമയുള്ളൊരു ഹൃദയം തരണമേ. 2 കരങ്ങൾ ഉയർത്തുക. എത്രമാത്രം ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കാമോ അത്രയും ഹൃദയം തുറങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി കുരിശിൽ അരഞ്ഞവനെ, എനിക്ക് വേണ്ടി തകർന്നവനെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. എന്റെ യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചവനെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. 2 കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നാഥ, ആത്മാവിൽ തകർന്നവനാണ്. എൻ്റെ ഹൃദയത്തെയും മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ലൂസിഫറിനെ പോലെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ പതനമേറ്റു വാങ്ങാൻ നിയോഗിക്കപ്പെട്ടവനാണ്.
എങ്കിലും കർത്താവെ ഞാൻ നിലവിളിക്കുകയാണ്. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തുക. എനിക്ക് വേണ്ടി തകർന്ന യേശുവേ, എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചവനെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ, ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, മരിച്ച